ഞങ്ങൾ ഈ പെരുമഴയത്ത് നിൽക്കുക ചെയ്തത് ഇവിടെ. ഞങ്ങൾ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റത്തില്ല, മൊത്തവും നനഞ്ഞു. മഴയത്ത് നിൽക്കേണ്ടി വന്നു. അതെ, മഴയത്ത് മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുക ചെയ്തത്. കണ്ടല്ലോ ഇന്നലത്തെ മഴ എത്ര ശക്തിയുള്ള മഴയായിരുന്നു. നിങ്ങളൊക്കെ കിടന്നുറങ്ങുമായിരിക്കും. ആ മഴ നിങ്ങൾ ശരിക്കും കണ്ടിട്ടില്ല. ഞങ്ങൾ മഴ മുഴുവനും രാവിലെ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. മഴ നനഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഉറങ്ങുന്നത്? ഇതുവരെ ഉറങ്ങിയില്ല. ഇന്ന് 21-ാം ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ ആശാ വർക്കർമാർ സമരം തുടങ്ങിയിട്ട് പിന്നിടുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനവുമായി ഇവർ ഇപ്പോഴും ഇവിടെ സമരം ചെയ്യുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോഴും ഇവിടെ ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ടാർപോളിൻ കമ്പുകൾ കുത്തി നിർത്തിയും അതിനോടൊപ്പം തന്നെ കസേരകളിൽ കെട്ടിയുമൊക്കെയാണ് ഇവർ അതിന് താഴെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഇവർ ഉന്നയിക്കുന്ന പരാതി പ്രധാനമായും ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ്. ഇന്ന് പുലർച്ചെ 2:30 തന്നെ മഴ പെയ്ത് തുടങ്ങിയിരുന്നു. ആ മഴ പിന്നീട് വലിയ ശക്തമായി പെയ്തതോടുകൂടി തന്നെ ഈ ടാർപോളിൻ, ഇപ്പോൾ ഈ വിരിച്ചിരിക്കുന്ന ടാർപോളിൻ, ഇതിന് പിന്നിലായി ഇവരുടെ പോസ്റ്ററുകൾ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കമ്പി സ്ഥാപിച്ചിട്ടുണ്ട്. ആ കമ്പിയിൽ കെട്ടി ഒരു താൽക്കാലികമായി മഴ നനയാതിരിക്കുവാനുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ഇവരിവിടെ തയ്യാറാക്കുകയായിരുന്നു. കാരണം രാപ്പകൽ സമരമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ തന്നെയാണ് രാത്രിയിൽ അന്തി ഉറങ്ങുന്നത്. അതിനാൽ തന്നെ മഴ നനയാതെ കഴിച്ചുകൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവർ ഇത്തരത്തിൽ ഒരു സജ്ജീകരണം ചെയ്യുകയായിരുന്നു. എന്നാൽ പിന്നീട് 3 മണിയോടുകൂടി ഇവിടെ എത്തിയ പോലീസ് ഈ ടാർപോളിൻ അഴിച്ചു മാറ്റണമെന്നും ഇത്തരത്തിൽ ഈ ടാർപോളിൻ ഇവിടെ സ്ഥാപിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയിക്കുകയും ചെയ്തു. വേണമെങ്കിൽ കുട പിടിച്ചിരുന്നോളൂ, ഇവിടെ ടാർപോളിൻ കെട്ടാൻ അനുവദിക്കുകയില്ല എന്നതാണ് സമരക്കാരോട് അറിയിച്ചത്. തുടർന്ന് ഇവരെ കൊണ്ട് തന്നെ ഈ ടാർപോളിൻ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ന് പുലർച്ചെ മുതൽ രാവിലെ വരെ കുട പിടിച്ചാണ് ഇവർ ഈ സമരപ്പന്തലിൽ കഴിച്ചു കൂട്ടിയത്. ഇപ്പോൾ വീണ്ടും ഇവിടെ മഴ പെയ്യുകയാണ്. ഇപ്പോൾ ടാർപോളിൻ പഴയ പോലെ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇവർ ഓരോരുത്തരും കൈകൾ കൊണ്ടും അതിനോടൊപ്പം തന്നെ ഈ കസേരകളിലൊക്കെ താൽക്കാലികമായി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുമൊക്കെയാണ് ഇരിക്കുന്നത്. ശരിക്കും എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഞങ്ങൾ 2:10 തൊട്ടേ മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുക ഇവിടെ ചെയ്തേ. ആകെ ഞങ്ങളുടെ 2 കുടയുണ്ടായിരുന്നു. ഞങ്ങൾ മുഴുവൻ വെള്ളത്തിലായിരുന്നു. ഞങ്ങൾക്ക് വെള്ളത്തിൽ നിൽക്കുന്നതിനൊന്നും ഒരു പേടിയില്ല. ഞങ്ങളുടെ ഫീൽഡിൽ മുഴുവനും വെള്ളത്തിനും മഴയത്തും ഒക്കെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് സങ്കടം മുഴുവനും ഈ സർക്കാരിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇത് അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു വിഷമേ ഉള്ളൂ. വേറെ വിഷമമൊന്നുമില്ല. ഞങ്ങൾ ഏതായിരുന്നാലും ഞങ്ങളെ എങ്ങനെ പീഡിപ്പിച്ചാലും പോലീസിനോട് ഞങ്ങൾക്കൊരു പരാതിയില്ല. പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്നേ ഉള്ളൂ. ഞങ്ങൾ എതിർത്തില്ല. ഞങ്ങൾ അപ്പോഴേ ഇതിനെ അഴിച്ചു മാറ്റി കൊടുക്കുക ചെയ്തത്. ഞങ്ങൾ എങ്ങനെ രാവിലെ വരെ കഴിച്ചു കൂട്ടിയത്? ഞങ്ങൾ ഈ പെരുമഴയത്ത് നിൽക്കുക ചെയ്തത് ഇവിടെ. ഞങ്ങൾ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റത്തില്ല, മൊത്തവും നനഞ്ഞു. മഴയത്ത് നിൽക്കേണ്ടി വന്നു. അതെ, മഴയത്ത് മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുക ചെയ്തത്. കണ്ടല്ലോ ഇന്നലത്തെ മഴ എത്ര ശക്തിയുള്ള മഴയായിരുന്നു. നിങ്ങളൊക്കെ കിടന്നുറങ്ങുമായിരിക്കും. ആ മഴ നിങ്ങൾ ശരിക്കും കണ്ടിട്ടില്ല. ഞങ്ങൾ മഴ മുഴുവനും രാവിലെ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. മഴ നനഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഉറങ്ങുന്നത്? ഇതുവരെ ഉറങ്ങിയില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസുകാർ എന്ത് കാരണമാണ് പറഞ്ഞത് ഇവിടെ കെട്ടരുതെന്നുള്ള പറയാൻ? ഞങ്ങളിവിടെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുമായിരുന്നു കുറേ നേരം. അപ്പം കൈ കഴിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ കെട്ടി, എന്നിട്ട് അവിടെ കെട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങി. ഒരു 15 മിനിറ്റോളം കിടന്ന് ഉറങ്ങിയപ്പോഴാണ് വന്നിട്ട് തട്ടിയിട്ട് ഇത് അഴിച്ചു മാറ്റാൻ പറയും. അഴിച്ചു മാറ്റാൻ ശരിക്കും ഇവർ അഴിച്ചു മാറ്റുന്നത് ഞാൻ അറിഞ്ഞില്ല. അപ്പം നല്ല മഴയാണ്. അപ്പോൾ ഈ കൊച്ചാണ് എൻ്റെ അടുത്ത് കിടന്നത്. അപ്പോൾ കൊച്ചുകൊണ്ട് ചേച്ചി എഴുന്നേറ്റ്, നല്ല മഴയെന്ന് പറഞ്ഞു. അപ്പം ഞാനും പെട്ടെന്ന് മഴവെള്ളം വീണപ്പോൾ എഴുന്നേറ്റ്. ടാർപ്പ കെട്ടിയതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ വിചാരിച്ച് പുറത്തുനിന്ന് വെള്ളം വരുവാണ്. അപ്പോഴാ ടാർപ്പ കംപ്ലീറ്റ് അഴിച്ചു മാറ്റി.